ഷാജി PB ഷാജി നല്ല പ്ലെയർ ആയിരുന്നു. PB ഷാജി ഒരു പ്രാവശ്യം കാസർഗോഡ് നമ്മളെ തോപ്പിച്ചു, 7 പ്രാവശ്യം നമ്മൾ അവരെ തിരിച്ചടിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനം ദേശീയ കബഡി ടൂർണമെന്റുകളിൽ ജേതാക്കളായിട്ടുള്ള സമയമുണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തെ നയിച്ചിരുന്ന കേരളത്തിന്റെ ഉജ്ജ്വലനായ ഒരു കളിക്കാരുണ്ടായിരുന്നു, ആലപ്പുഴക്കാരനാണ്, പേര് ദേവരാജൻ എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് നമ്മൾ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാം എന്ന് കരുതി ഇറങ്ങിയതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട് ആലപ്പുഴ തന്നെയാണ്, ആലപ്പുഴ ടൗണിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്, പുള്ളി വീട്ടിലുണ്ടെന്ന് പറയുന്നു. പുള്ളി നമ്മളുമായിട്ട് ഇന്നത്തെ കബഡിയുടെ അവസ്ഥയിലെ കാര്യങ്ങൾ സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കേരളത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി മത്സരങ്ങളിൽ മാറ്റുരച്ച് ക്യാപ്റ്റനായും അല്ലാതെയും മികച്ച കളിക്കാരനും ഒക്കെ ആയിട്ട് തിളങ്ങി നിന്നിരുന്ന ദേവരാജൻ ആലപ്പുഴ, അദ്ദേഹത്തിനോട് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്ന് ഞങ്ങൾ ചേട്ടനോട് കബഡിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എന്ന് കരുതി വന്നതാണ്. അപ്പം ചേട്ടൻ അതിന് ഞങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. ചേട്ടൻ്റെ ഇപ്പം എത്ര വയസ്സായിയാണ്? 61 വയസ്സായി. ചേട്ടൻ്റെ പല ചെറുപ്പകാലത്തെ രൂപം ഓർമ്മയുള്ള ഒരുപാട് ആലപ്പുഴക്കാരും കേരളത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമോ എന്നറിയില്ല. എങ്കിലും ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണം. എൻ്റെ പേര് ദേവരാജൻ എന്നാണ്. ഞാൻ 1975 സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ പുന്നപ്പറയിൽ ഹൈസ്കൂളിന് പഠിക്കുമ്പോഴാണ് ഞാൻ സ്പോർട്സ് തുടങ്ങുന്നത്. അന്ന് സ്കൂളിലെ ഏറ്റവും വേഗതേറിയ ഓട്ടക്കാരനായിട്ട് ഇൻ്റർ സ്കൂളിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഇൻ്റർ സ്കൂളിൽ ഞാൻ 1ാം സമ്മാനം 100 മീറ്റർ ഓടി വിജയിച്ച വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ കളർകോട് എന്ന് പറയുന്ന ST കോളേജിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ താമസം മാറുകയും അവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കബഡി ക്ലബിൽ അംഗമാവുകയും ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ കബഡിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 83 കേരള യൂണിവേഴ്സിറ്റി ജേതാക്കളായ ആലപ്പുഴ ST കോളേജ് കബഡി ടീം. ഇത് ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ദേവരാജൻ ക്യാപ്റ്റൻ, ചേട്ടൻ ദേവരാജൻ, ജോസ് ജോസഫ് എന്ന് പറഞ്ഞാൽ കുഴിയിൽ ജോസി, ജയശങ്കർ ജയകുമാർ. ഇവരാരാണ് ജയശങ്കർ ജയകുമാർ? ഇവര് ഒരു ചേട്ടൻ അനിയന്മാരാ. ഓക്കെ. പിന്നെ ഒന്ന് അയ്യപ്പൻ എന്ന് പറയില്ല ഇത്. പിന്നെ ഒന്ന് മധുസൂദനൻ. പിന്നെ ഇത് ബാബു, S ബാബു. ഇത്രയും ബാക്കിയുള്ള കോച്ച് എന്ന് പറയുന്നത് G ബാലേന്ദ്ര സാറ്. മരിച്ചുപോയില്ലേ? ഇത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സത്യരാജൻ സാറ്. 1983 കേരള യൂണിവേഴ്സിറ്റി കബഡി ടീം ചാമ്പ്യന്മാര് ST കോളേജ് ആലപ്പുഴ. ദേവരാജൻ ക്യാപ്റ്റൻ. 1985 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ദേശീയ കബഡി മത്സരത്തിൽ ഏറ്റവും നല്ല കളിക്കാരനുള്ള അവാർഡ് തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസുകാർ ദേവരാജന് കൊടുക്കുന്ന ഫോട്ടോ. 1989 ബോംബെയിലെ അന്തേരി സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് നടന്ന ദേശീയ കബഡി മത്സരത്തിൽ ജേതാക്കളായ കേരള ടീം. ഇത് ഇരിക്കുന്നുണ്ട് ട്രോഫിയുടെ അടുത്ത്. സലീം, ട്രിവാൻഡ്രം. സലീം. ബാക്കി മധുസൂദനൻ നായർ ആലപ്പുഴ, M ജേക്കബ് ആലപ്പുഴ, പിന്നെ PB ഷാജി ആലപ്പുഴ, MS ദിലീപ് കുമാർ കൊല്ലം. പിന്നെ ഈ കണ്ണൂരുകാരൻ, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, ഈ ഹൈറ്റുള്ള പ്ലെയർ. പിന്നെ സനല് കൊല്ലം, സനല് ട്രിവാൻഡ്രം. പിന്നെ സുജിത്ത് ട്രിവാൻഡ്രം. പിന്നെ സുനിൽകുമാർ നമ്മുടെ കൊല്ലം സുനിൽ. 4 പേര്. തെളിയുന്നുണ്ടോ? 1981 ജൽഗോണിൽ വെച്ച് നടന്ന ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി കബഡി ടീം. ഇതിനകത്ത് ദേവരാജൻ ഏതാ? ഇതാണ് ഞാൻ ദേവരാജൻ. മുടി വളർത്തി. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ ഓർമ്മയുണ്ടോ? പരിചയമുള്ള പ്ലേയേഴ്സിനെ പറയാം. സന്തോഷ് കുമാർ ട്രിവാൻഡ്രം, നുജു ട്രിവാൻഡ്രം, ഹാഷിം ട്രിവാൻഡ്രം. പിന്നെ മോഹൻദാസ് ആലപ്പുഴ. മോഹൻദാസ് നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ കിഴക്കോട്ട് പോകുന്ന ഹൈറ്റുള്ള കമ്പർ എന്ന് വിളിക്കുന്നത് ജയശ്രീയുടെ. അത് തന്നെ, കറക്റ്റ്, ജയശ്രീയുടെ ചേട്ടൻ. പിന്നെ ഇത് രവികുമാർ, G രവികുമാർ. ഇത്തരം അധികം മറ്റു പിള്ളേഴ്സിനെ എനിക്ക് ഓർമ്മയില്ല. നടുക്കിരിക്കുന്ന സാറിന്റെ പേര് പണ്ടാരമടവ് എന്ന് പറയും. തമിഴന ട്രിവാൻഡ്രംകാരനാ. 1981 ഇന്റർ യൂണിവേഴ്സിറ്റി വിന്നേഴ്സ് നമ്മള്.
പിന്നെ ഇത് പിന്നെ ട്രിവാൻഡ്രം നാഷണൽ 1985 കേരള ടീം. കേരള മെൻ ടീം സീനിയർ വിഭാഗം, സീനിയർ ടീം. സീനിയറേ ഉള്ളൂ, ഇനിയൊന്നും ജൂനിയർ ഇല്ല, നമ്മൾ പ്രായം കഴിഞ്ഞില്ല. ഇനി എല്ലാം ജൂനിയർ, സീനിയർ. ഇതിനകത്ത് നമ്മൾ ഒന്ന് ദേവരാജൻ, PB ഷാജി, ഇപ്പൊ മരിച്ചുപോയില്ലേ, ഷായിച്ചേട്ടൻ. പിന്നെ ട്രിവാൻഡ്രം ജിമ്മി, തിരുവനന്തപുരം ജിമ്മി, തിരുവനന്തപുരം ഷാഫി, പിന്നെ CJ ജേക്കബ്, ഇന്ത്യൻ കബഡി പ്ലെയർ, അറിയാലോ. പിന്നെ മോഹനകുമാരൻ നായർ, ട്രിവാൻഡ്രം. അബ്ദുൽ സലീം, ട്രിവാൻഡ്രം. രവീന്ദ്രൻ, ട്രിവാൻഡ്രം. ഇത്രയും പ്ലേയേഴ്സിനെ ഓർമ്മയുള്ളൂ. പിന്നെ ജോസഫ്, മാനേജർ, ടീം മാനേജർ. R സതീന്ദ്രൻ നായർ, കബഡി കോച്ച്. ഇത്രയും എനിക്ക് മെമ്മറി ഉള്ളൂ. ഈ ട്രോഫി ഇത് നമ്മൾ 1985 നമ്മൾ തമിഴ്നാടുമായിട്ട് ഫൈനലിൽ കളിച്ച് നമ്മൾ 2ാം സ്ഥാനം വന്നു. കാര്യം നമുക്ക് 2ാം സ്ഥാനം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് തമിഴ്നാടല്ല ന്യൂ റിക്രൂട്ടഡ് പ്ലേയേഴ്സാണ്. നമ്മൾ പഴയ പ്ലേയേഴ്സ് ആയിട്ട് അതാണ് പറ്റിയത്. അപ്പൊ നമ്മളുള്ള പ്ലേയേഴ്സ് വെച്ച് കളിച്ച് നമ്മൾ 2ാം സ്ഥാനം വന്നു. ഈ കളർ ഫോട്ടോ ഇത് കബഡി നമ്മൾ ഗുജറാത്തിൽ വിൻ ചെയ്ത ഫോട്ടോയാ. ഇത് കഴിഞ്ഞ ഇനി അടുത്തത് ഗുജറാത്തില് നമ്മള് പിന്നെ വഡോദര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ബറോഡ. അത് 1991. അവിടെ നമ്മള് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, നാഷണൽ, ഓൾ ഇന്ത്യ കിടക്കുന്നത്. ഓൾ ഇന്ത്യ. ഇത് കണ്ടത് നമ്മള് ട്രോഫി കണ്ട, അതെ ഇവിടെ ഇരിക്കുന്ന ട്രോഫി കണ്ട, നാഷണൽ. ഞാൻ നിൽക്കുന്നു കണ്ട, എന്റെ കയ്യിലാണ് എല്ലാ പ്ലേയേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാ പ്ലേയേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കും. അതാണ് നമുക്കറിയാവുന്ന എം ജേക്കബ് ഉണ്ടോ? എം ജേക്കബ് സുന്ദരനായിരുന്നല്ലേ? അതെ, എം ജേക്കബിനെ കണ്ട, ഇവിടെ നിൽക്കുന്നത് എം ജേക്കബ്, MS ദിലീപ് കുമാർ, പിന്നെ സുജിത്ത്, മധുസൂദനൻ പിള്ള, PB ഷാജി, ദേവരാജൻ, ചേർത്തല. PB ഷാജി ഇത് ആലപ്പുഴ. ചേർത്തല തന്നെ അടിക്കണ്ട, ആലപ്പുഴ അടിച്ചാൽ മതി. ഇപ്പൊ ചേർത്തല വരുന്നില്ല, ഡിസ്ട്രിക്ട് ബേസ് അല്ലേ. ഡിസ്ട്രിക്ട് ബേസ് ആകുമ്പോ ചേർത്തല വരത്തില്ല, ആലപ്പുഴ അടിച്ചാൽ മതി. ആലപ്പുഴ ജില്ല അമച്ചർ അത്ലറ്റിക് മീറ്റിൽ പുരുഷ വിഭാഗം ചാമ്പ്യന്മാരായ കളർകോട് ഡീമോൺസ് അത്ലറ്റിക് ക്ലബ് ടീം. സിറ്റിംഗ് ദേവരാജൻ, ലാൽബാബു പോലീസ്. പിന്നെ ജീവൻ ഗവൺമെന്റ് എംപ്ലോയി, കേരള പോലീസ്. ജീവൻ പോലീസ്. പിന്നെ ചാക്കോ സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻ കിട്ടിയ. അജിത്ത് സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻ. പ്രജി നേവി ഉദ്യോഗസ്ഥൻ. പിന്നെ PB ജോൺ ഫെഡറൽ ബാങ്ക് എംപ്ലോയി. ജോൺ ബുക്കായി. യേശുദാസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറ്, ടീച്ചർ. കുതിരപ്പന്തി അല്ല, നമ്മുടെ പറവൂർ സ്കൂളില്. ഇത്രയും പേര് എനിക്ക് ഓർമ്മ. അംഗങ്ങളാ. അപ്പം 1978 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ആദ്യമായിട്ട് സ്കൂൾ ദേശീയ കബഡി മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. അത് ഡൽഹിയിൽ 10ാം ക്ലാസ്സിൽ. അതിനുശേഷം അതേ വർഷത്തിൽ തന്നെ ദേശീയ ജൂനിയർ കബഡി മത്സരം നാസിക് സിറ്റി, മഹാരാഷ്ട്രയിൽ 1978 പങ്കെടുത്തു. ആ വർഷത്തെ സംസ്ഥാന ചാമ്പ്യന്മാര് ആലപ്പുഴ ജില്ലയായിരുന്നു. ആ വർഷത്തെ സംസ്ഥാന സ്കൂൾ ജേതാക്കളും ആലപ്പുഴ ജില്ലയായിരുന്നു. അന്ന് ചേട്ടന് ഇന്ന് ഓർമ്മയിൽ വെക്കാവുന്ന പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു അന്ന്? പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ സ്കൂളിലുണ്ടായിരുന്ന ഒരു തോമസിനെ എനിക്ക് ഓർമ്മയുണ്ട്. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച തോമസ്. പക്ഷെ സ്കൂൾ നാഷണലിന് തോമസിന്റെ സെലക്ഷൻ കിട്ടിയില്ല, എനിക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴ ടീം അംഗങ്ങള് ഒരു പിന്നെ മധു ഉണ്ട്, ഒരു വർഗീസ് ഉണ്ട്. മൗസൂനം പിള്ള അല്ല, വേറൊരു മധു. ഒരു വർഗീസ് ഉണ്ട്. പിന്നെ ഒരു കമൽഹാസൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അങ്ങനെ 1-2 പ്ലേയേഴ്സ് ആണ് ഓർമ്മ. സ്കൂൾ നാഷണൽ കഴിഞ്ഞു. അതേ വർഷം തന്നെ ഡൽഹിയിൽ വെച്ചായിരുന്നു സ്കൂൾ നാഷണൽ 78. അതേ വർഷം തന്നെ നമ്മുടെ നാസിക് സിറ്റി മഹാരാഷ്ട്രയിലെ ഓൾ ഇന്ത്യ ജൂനിയർ നാഷണൽ കബഡിയിൽ മത്സരിച്ചിരുന്നു. ചേട്ടൻ റൈഡർ ആയിരുന്നോ, ഡിഫൻഡർ ആയിരുന്നോ, അതോ ഓൾറൗണ്ടർ ആയിരുന്നോ? എന്തായിരുന്നു? ഞാൻ റൈഡറും കോർണറും. റൈറ്റ് കോർണറും റൈഡറും.
അന്ന് ആ സമയത്ത് ചേട്ടന് എടുത്തു പറയാൻ പറ്റിയ ഒരു 10 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 12 പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്? കേരളത്തിലുണ്ടായിരുന്ന ഒന്ന് PB ഷാജി, ജൂനിയർ നാഷണൽ PB ഷാജി ആലപ്പുഴ. ആലപ്പുഴ. പിന്നെ ഫ്രണ്ട്സിന്റെ പിന്നെ M ജേക്കബ് ആലപ്പുഴ, സിബി ആലപ്പുഴ. സിബി ആലപ്പുഴ. ഓക്കെ. അത് ജൂനിയർ കളിച്ചിട്ടില്ല. പിന്നെ കളിച്ചു കഴിഞ്ഞാൽ മാത്തൻ CP, മോത്തൻ. ആ. മോത്തൻ സെവൻ എന്ന് പറഞ്ഞാൽ ഹീറോസിന്റെ സെവൻ ഹീറോസ്. ആ, ആലപ്പുഴ. പിന്നെ ഫിലിപ്പ് കണ്ണൂര്, ഓക്കെ. ജോൺ അലക്സ് എറണാകുളം. ജോൺ അലക്സ് എറണാകുളം. എറണാകുളം. ഓക്കെ. കൊല്ലത്തുനിന്ന് അന്ന് ആരാണ് ഉണ്ടായിരുന്നത് അറിയാം? കൊല്ലത്തു നിന്നുണ്ട് സജീവ്, കൊല്ലം. സജീവ്. സജീവ്. കാസർഗോഡ് നിന്ന്? കാസർഗോഡും ഉണ്ട്. കാസർഗോഡ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജൂനിയർ അല്ലേ? അതെ. കാസർഗോഡ് മുകുന്ദൻ. ഓക്കെ. അത് ജൂനിയർ കഴിഞ്ഞിട്ട് പിന്നീട് ജൂനിയർ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ST കോളേജിൽ 1981, 82, 83 കാലഘട്ടങ്ങളിൽ ഞാൻ BCom ST കോളേജ് പഠിക്കുമ്പം നമ്മൾ ആ 3 വർഷവും കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായിരുന്നു ST കോളേജ് കബഡിയിൽ. 1983 പിന്നെ എൻ്റെ ക്യാപ്റ്റൻസിയിൽ എന്ന് വെച്ചാൽ ദേവരാജന്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ പിന്നെ ദേശീയ കേരള യൂണിവേഴ്സിറ്റി കബഡി ചാമ്പ്യന്മാരായി. നമ്മൾ ആ വർഷം SN കോളേജ് ചെമ്പഴന്തിയിൽ വെച്ചായിരുന്നു ഫൈനൽ മത്സരം. SN കോളേജ് ചെമ്പഴന്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി കബഡി കിരീടം നേടി. 1981, 82, 83 വർഷങ്ങളിൽ 3 വർഷം തുടർച്ചയായിട്ട് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്തു. 1981 നടന്ന മത്സരം ജൽഗോൺ സിറ്റി മഹാരാഷ്ട്ര, 82 നടന്ന മത്സരം വല്ലഭ വിദ്യാനഗർ ആനന്ദ് ഗുജറാത്ത് സ്റ്റേറ്റ്, 3-ാമത്തെ വർഷം നടന്നത് 1983 നടന്നത് കോൽഹാപൂർ മഹാരാഷ്ട്ര. ആ വർഷം നമ്മൾ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലായി കേരള യൂണിവേഴ്സിറ്റി. ശരി. തുടർന്ന് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? പിന്നെ ഫ്രണ്ട്സിന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ രാവിലെ 6 AM to 8 AM, ഈവനിങ് 4 PM to 6 PM, മോർണിംഗ് ആൻഡ് ഈവനിങ് 2 ടൈംസ് ഉണ്ടായിരുന്നു. അതിൽ 2 നേരം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം, അല്ല 1 നേരമെങ്കിൽ 1 നേരം. കാര്യം ജോലിയുള്ളവർക്ക് ഈവനിങ്ങും സ്റ്റുഡൻസിന് രാവിലെയുമായിരുന്നു. പക്ഷെ എങ്കിലും സ്റ്റുഡൻസ് മിക്കവാറും രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 നേരം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശരി. അന്ന് സ്റ്റുഡൻസിന് അങ്ങനെ പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല, അവരെല്ലാരും കൃത്യമായിട്ട് കൃത്യസമയത്ത് എല്ലാവരും പരിസരത്തുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരുവാണ്. അന്ന് ഫ്രണ്ട്സിന്റെ കബഡി കോച്ച് എന്ന് പറഞ്ഞത് ജിമ്മിച്ചൻ എന്ന് പറയും. ജിമ്മിച്ചന്റെ പേര് CJ ജോസഫ്. അദ്ദേഹം ഇന്ത്യൻ B&T കബഡി പ്ലെയർ ആയിരുന്നു. പിന്നെ ഒരു തോമസ് കുട്ടി ഉണ്ടായിരുന്നു. അറിയോ തോമസ് കുട്ടി? കന്നിട്ട തോമസ് കുട്ടി. അപ്പം ഈ അന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സിലുണ്ടായിരുന്ന സീനിയർ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ദേവരാജൻ ചേട്ടൻ, ഒന്ന് ഞാൻ PB ഷാജി, CJ ജേക്കബ്, M ജേക്കബ്, പിന്നെ CJ ജേക്കബിന്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു സണ്ണി എന്ന് പറഞ്ഞ്, പിന്നെ ടോമി പോലീസ്, പിന്നെ വാമൻ, പിന്നെ പിന്നെ ഒരു പ്രകാശൻ, നമ്മുടെ വാട്ടർ അതോറിറ്റി ജോലി ഉണ്ടായിരുന്നു, പ്രകാശൻ ചേട്ടൻ. സുധീശൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർഗീസ്, CRPF വർഗീസ്. അങ്ങനത്തെ അതായിരുന്നു നിങ്ങളുടെ ആദ്യ കാലഘട്ടത്തിലെ ടീം. അന്ന് ഫ്രണ്ട്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? അന്ന് ഫ്രണ്ട്സിന്റെ ക്യാപ്റ്റൻ സുധീശൻ റൈഡർ. സുധീശൻ ഷേക്ക് ഹാൻഡ് എടുത്ത് മാറിയിരിക്കും, കളിക്കുന്ന ഞങ്ങളാ. സുധീശൻ ഐശ്വര്യമുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. അതുകൊണ്ട് ഡെഡിക്കേറ്റഡാ. സുധീശനെ കൊണ്ട് നമ്മൾ ക്യാപ്റ്റൻസി ടോസ് ഒക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സുധീശൻ മാറും, കളിക്കുന്ന ഞങ്ങളാ. സുധീശൻ ആവറേജ് പ്ലെയർ ആണ്, മോശമല്ല, കളിക്കാനല്ല, നല്ല. ഫ്രണ്ട്സിന്റെ ഒരു 7-ൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ കേരള ടീമിൽ ഇടം പിടിക്കുന്ന തുല്യമാണ്. കാരണം ഫ്രണ്ട്സിൽ ആരെയും മാറ്റി നിർത്താനല്ലോ. അന്ന് ആലപ്പുഴ ജില്ലക്ക് ഒരു ഫസ്റ്റ് 7 കളിക്കുമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫാ. ആരെ കളിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നമാണ്. കാര്യം അത്രയ്ക്ക് ടാലന്റഡ് പ്ലേയേഴ്സാ. ആരാണ് കളിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഈക്വൽ പ്ലേയേഴ്സാ. അതാണ് എന്റെ വിഷയം. അങ്ങനെ സുധീശൻ ക്യാപ്റ്റൻ, MS സുധീശൻ. അപ്പം ആ വരവ് നിങ്ങൾ ആ ജീവിതത്തിൽ ആ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഡിസിപ്ലിൻ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അന്ന് ടീമിന്റെ മാനേജർ പിന്നെ ടോമി എന്ന് പറയും. ഉള്ളൂർ ടോമി ആയിരുന്നു. പിന്നെ നമ്മുടെ മാനേജരും കോച്ചും ആളിനാളായിട്ട് വന്നുകൊണ്ടിരുന്ന ജിമ്മിച്ചൻ ഒരു ലെജൻഡ് ആണല്ലേ? ലെജൻഡ്. ജിമ്മിച്ചന്റെ ഒരു ഏറ്റവും ഇളയ അനിയനുണ്ട്, തങ്കച്ചൻ എന്ന് പറയും. ശരി. അവരുടെ തങ്കച്ചൻ ഇപ്പൊ ഇല്ല, തങ്കച്ചൻ ഇപ്പൊ ഡൽഹിയില്ല. CJ ജേക്കബ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുഞ്ഞോൻ ചേട്ടന്റെ അനിയനാണ് ഈ തങ്കച്ചൻ എന്ന് പറയുന്നത്. അവരൊക്കെ കബഡി പ്ലേയേഴ്സ് ആയിരുന്നു, പക്ഷെ അവർ ആക്റ്റീവായിട്ട് വന്നില്ല. അന്ന്
കബഡി ഫ്രണ്ട്സിൽ കബഡി കളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടിയിരുന്നു എല്ലാവർക്കും ജോലി കിട്ടി. എല്ലാ- ദേവരാജൻ, PB ഷാജി, CJ ജേക്കബ്, M ജേക്കബ് എല്ലാരും ജോലിയായി. മിക്കവർക്കും ജോലിയായി. ജോലി ടോമി പോലീസ് കയറി. അതെ. ആ കബഡി എന്ന് പറയുന്ന ആ കായിക മാമാങ്കത്തെ, ആ വിനോദത്തെ ഏറ്റവും അധികം സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം അല്ലെ, ആ ഡെഡിക്കേഷൻ നിങ്ങളിലുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും കബഡിയിലൂടെ തന്നെയല്ലേ ജോലി കിട്ടിയത്? അതെ കബഡിയിലൂടെ അതെ, തന്നെയാണ് അതെ, ജോലി അതെ. കിട്ടിയത്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നീട് ചേട്ടന് ഇപ്പൊ എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് ചേട്ടന്റെ കളി, ചേട്ടൻ കബഡി കളി അവസാനിപ്പിക്കുന്ന ആ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഞാൻ ആ അതെ കളി അതെ അതെ കണ്ടിട്ടുള്ളത്. അതെ. അത് പക്ഷെ ആ ഒരു പീക്കിലുള്ള പെർഫോമൻസ് കാണാൻ എന്റെ അച്ഛനെ കണക്കുള്ള ആളുകൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള കഥയിൽ നിന്നും പിന്നീട് നിങ്ങൾ ഫ്രണ്ട്സിൽ നിന്നും കുറച്ച് താരങ്ങൾ മാറി. മാറി മാറി. ഔവേഴ്സ് എന്ന് അവേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ടായി. അതെന്താ ഒന്ന് പറയാമോ? അത് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലേയേഴ്സിനിടയിൽ ജോലി വിട്ടി കഴിഞ്ഞപ്പം ആ. ജൂനിയർ പ്ലേയേഴ്സിനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ശരി. ജോലി വിട്ടി ആ. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്ലേയേഴ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓ. വരും തലമുറയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് ഞങ്ങൾ മനഃപൂർവ്വം മാറിപ്പോയതാ. ഓ, അല്ല അന്ന് വ്യക്തിവൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും അപാകതകൾ കൊണ്ടുപോകണം ഞങ്ങൾ മാറിയതല്ല. ഞങ്ങൾ അല്ല. സ്വയം പിന്മാറിപ്പോയി മാറിയതാ. അത്രേ ഓക്കെ. ഉള്ളൂ. സ്വയം പിന്മാറിപ്പോയി അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കൊണ്ട്. അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡവും അവർക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഓ. പുറമോട്ട് മാറിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ വേറെ അതിനകത്തൊന്നുമില്ല. അപ്പം അതിന് അന്ന് അവേഴ്സിൽ ആരൊക്കെയായിരുന്നു കളിച്ചത്? അവേഴ്സിൽ ഞങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങൾ അവേഴ്സിൽ കളിച്ചിട്ടുണ്ട്. അവേഴ്സിന്റെ അവേഴ്സിലെ വാമൻ, ടോമി, ഓ. ഈ പറയപ്പെട്ട മിക്ക പ്ലേയേഴ്സും അവേഴ്സ് കളിക്കുകയും ചെയ്തു. ഫ്രണ്ട്സും അവേഴ്സുമായിട്ട് ഒരു പ്രാവശ്യം കളിച്ചിട്ട് അവേഴ്സ് വിജയിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സിനെ മറികടക്കുക എന്നുള്ളൊരു അന്നൊരു വലിയൊരു ടാസ്ക് തന്നെ. ടാസ്ക് ആയിരുന്നു. ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ പ്ലേയേഴ്സ് തന്നെ ഫ്രണ്ട്സിനെ പരാജയപ്പെടുത്തിയത്. അല്ലാതെ ഫ്രണ്ട്സ് അല്ല പരാജയപ്പെട്ടത്. ഫ്രണ്ട്സ് ഈ പിന്നീട് പിൽക്കാലത്ത് ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സ് എന്നുള്ള രണ്ട് ഫ്രണ്ട്സായി നമ്മള് കണ്ടിട്ടുണ്ട് കണ്ടു. അല്ലെ. ഒന്ന് M ജേക്കബിന്റെ ടീം, അത് എൻ ജേക്കബിന്റെ ടീം, ഫ്രണ്ട്സും മറ്റേത് GP നായർ. GP നായർ. GP നായരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. GP നായർ സെക്രട്ടറി ആയിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിലല്ലേ അതെ. ഈ നിങ്ങളുടെ ഫ്രണ്ട്സും വിജയിക്കുക? ഫ്രണ്ട്സും GP നായരും തമ്മിൽ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ വളർത്തുന്നത് GP നായർക്ക് ഒരു നല്ലൊരു പങ്കുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ GP നായർ നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ. കാര്യം ആ കബഡിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഓക്കെ. അത് മാത്രമല്ല അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ കബഡിയുടെ ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ആയിരുന്നു. ഓക്കെ. അഖിലേന്ത്യാ തലത്തിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ കബഡിക്ക് നല്ലൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് GP നായർ. ഓക്കെ. ഇത്രേ ഉള്ളൂ. അപ്പം ഈ GP നായർ ഫ്രണ്ട്സിൽ ഒരുപാട് GP നായരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സഹായങ്ങൾ തീർച്ചയായും ഫ്രണ്ട്സ് GP നായരുടെ ടീം എന്ന് തന്നെയാണ് ഫ്രണ്ട്സ്. അതെ അതെ. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഓക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. GP നായരുടെ ടീം എന്ന് പറഞ്ഞാലും ഈ പ്ലേയേഴ്സ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. കാര്യം ഒരു ദിവസം 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പ്ലേയേഴ്സ്. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ പ്ലേയേഴ്സ് അത്ര ഉയരാൻ കാരണം. അതെ. കാര്യം എല്ലാത്തിന്റെയും മുഖ്യ ഘടകം ഹാർഡ് വർക്കാണ്. അതെ. ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ വിജയിക്കാൻ പറ്റിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കബഡി ടീം. അതെ. അപ്പം ഈ കേരളയിൽ നിങ്ങളെ ബീറ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ടീമും ഇല്ല. ഇല്ലായിരുന്നു. ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലില് ഫൈനലില് റെയിൽവേ ആയിട്ട് വരെ കളിച്ച് ഞങ്ങൾ 2ാം സ്ഥാനം വന്നു. ഫ്രണ്ട്സ് ആലപ്പുഴ. ഓക്കെ. എന്നുവെച്ചാൽ കേരള ടീം എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രണ്ട്സിന്റെ പ്ലേയേഴ്സ് നമ്മൾ തമിഴ്നാട്ടിൽ വെച്ച് കിടന്ന ഓൾ ഇന്ത്യ A ഗ്രേഡ് കബഡി ടൂർണമെന്റില് ഫൈനലിൽ റെയിൽവേസ് ആയിട്ട് കളിച്ചിട്ട് നമ്മൾ പകുതി സമയത്ത് നമ്മൾ ലീഡാ. നമ്മുടെ ഇതൊരു മിസ് പറ്റിയോണ്ട് നമ്മൾ 2 പോയിന്റിന് തോറ്റുപോയി. എന്നിട്ടും നമുക്ക് അന്നത്തെ എന്നുവെച്ചാൽ 25 വർഷത്തിനും 30 വർഷത്തിനും മുമ്പ് നമ്മൾ 2ാം സ്ഥാനം വന്നിട്ട് അന്ന് നമുക്ക് 20,000 25,000 രൂപ അവിടുന്ന് ക്യാഷ് അവാർഡ് വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വരും. ബാക്കിൽ നമ്പർ എന്റെ 7ാം നമ്പർ ജേഴ്സി ആയിരുന്നു. 7 നമ്പർ ഷാജിയുടെ 3ാം നമ്പർ, CJ ജേക്കബിന്റെ 4ാം നമ്പർ, M ജേക്കബിന്റെ നമ്പർ 2. ഇങ്ങനെയായിരുന്നു നമ്പർ. ഈ സുധീഷിന് ശേഷം M ജേക്കബ് ആയിരുന്നു ക്യാപ്റ്റനായിട്ട്. M ജേക്കബിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നത് ഒരു നല്ല പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഒരു അസാധ്യ ക്യാപ്റ്റനും നല്ലൊരു കോച്ചുമായിരുന്നു. ഇപ്പോഴും കേരളത്തില് അറിയപ്പെടുന്ന അദ്ദേഹം പിന്മാറിയെങ്കിലും മറ്റു ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു കോച്ച് എന്നുള്ള നിലയിൽ M ജേക്കബിനെ കവച്ചു വെക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതെ. മറ്റൊരുപാട് പിന്നെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. സത്യമാണ് അത്. അതെ. പുള്ളി അത് ഇപ്പോഴും ഡെഡിക്കേറ്റഡ്. ഒരു കോച്ചിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്.
എം എം ജേക്കബ് ജേക്കബിന്. എം ജേക്കബ് അവരൊക്കെ ഇതിൽ നിന്നും പിന്മാറാതെ അതെ അതെ ഇതിൽ നിൽക്കണം എന്നുള്ള ഒരുപാട് പുതുതലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. ഫ്രണ്ട്സിലോട്ട് കടന്നു വരിക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെ അഡ്മിഷൻ കിട്ടാറില്ല. കിട്ടത്തില്ല. അതിന്റെ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കബഡിയുടെ ഒരു എന്താണ് ഒരു ഗുരു ഒരു ഒരു കളരിയാണ്. ഒരു കളരിയ എന്ന് വെച്ചാൽ ഒരു അക്കാഡമിയാണ്. ഫ്രണ്ട്സ് അസോസിയേഷൻ കബഡി ടീം എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമി അന്നത്തെ. അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താണ് അത് അതിന് പറയാൻ വാക്കുകളില്ല. അതൊരു ശിഷ്യന്മാരെ നല്ല ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്ന ഒരു എന്താണ് ഒരു ക്ഷേത്രം എന്ന് വേണേ പറയാം. അതായിരുന്നു ആ സമയത്ത്. കുഞ്ഞിലെയൊക്കെ കണ്ടു നിങ്ങൾ അവിടെ SG കോളേജിൽ, ഇപ്പോഴത്തെ SG കോളേജ് അല്ല, അന്ന് SG കോളേജ് വലിയ ഗ്രൗണ്ട് ആയിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. കൃത്യം 6 മണിക്ക് ഫ്രണ്ട്സ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 6 മണിക്ക് ശേഷം വരുന്ന ആൾക്കാരെ ജോയിൻ ചെയ്യിക്കത്തില്ലായിരുന്നു. ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വമല്ല, അവര് കൃത്യനിഷ്ഠ പാലിക്കാൻ വേണ്ടിയാ. കാര്യം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് കൃത്യനിഷ്ഠ വേണം. കൃത്യനിഷ്ഠ വേണം, നമുക്ക് ഡെഡിക്കേഷൻ വേണം, നമുക്ക് എങ്ങനെ നമ്മൾ എല്ലാത്തിലും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉത്തരവാദിത്വം കാണിക്കണം, ഡെഡിക്കേറ്റ് വേണം, നമുക്കൊരു അർപ്പണ മനോഭാവം വേണം. അപ്പം ലേറ്റായിട്ട് വരുമ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ ലേറ്റ് ആയിട്ട് വരുന്ന അയാളെ കളിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയിടുന്നതല്ല, നാളെ ആ കുട്ടി കൃത്യസമയത്ത് ഹാജരാകണം, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പണിഷ്മെന്റ്, അത്രേ ഉള്ളൂ. ചേട്ടൻ ഒരു ഗംഭീരമായിട്ടുള്ളൊരു പ്ലെയർ ആണെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചേട്ടനെ വരുത്തി പറയല്ല, പവറും സ്കില്ലും ഒരേ കണക്കുള്ളൊരു പ്ലെയർ. ഞാൻ കൂടുതൽ ടോട്ടച്ചായിരുന്നു, ലെഗ് വർക്കാ കൂടുതൽ ചെയ്തോണ്ട്. ശരി. ആ സമയത്ത് ചേട്ടന് ഒരു ഗംഭീര പ്ലെയർ എന്ന് തോന്നിയിട്ടുള്ള ഒരു കളിക്കാര് ആരൊക്കെയായിരുന്നു? എനിക്ക് ഗംഭീര കളിക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് PB ഷാജി നല്ല പ്ലെയർ ആയിരുന്നു. PB ഷാജി എന്തായിരുന്നു അയാളുടെ പ്രത്യേകത? അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാള് ഒരു റൈഡർ നമ്മുടെ കോർട്ടിൽ സ്കോർ ചെയ്ത് പോയാലും അയാളുടെ കോർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഓടിച്ചെന്ന് അയാളെ ചേസ് ചെയ്ത് പോയിന്റ് എടുക്കുമായിരുന്നു. ചേസ് ചെയ്ത് അയാളെ ടച്ച് ചെയ്ത് തിരിച്ചു വരും. അങ്ങനത്തെ അസാധ്യ കഴിവ്. പിന്നെ CA ജേക്കബ് എന്ന് പറഞ്ഞാൽ നല്ല കരുത്തനായിരുന്നു അന്ന്. ഇന്നിപ്പോ ബോഡി അദ്ദേഹത്തിന്റെ പോയി. അന്ന് അദ്ദേഹം ഒരു 4 പേരൊക്കെ കോർട്ടിലുണ്ടെങ്കിൽ 4 പേരെയും തൂത്തുവാരിക്കൊണ്ട് വരും. അത്രയ്ക്ക് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ, സൈലന്റ് പ്ലെയർ, നല്ല ഹൈറ്റും വെയിറ്റും വരും. പുള്ളിയുടെ ബോഡി സ്ട്രക്ചർ വെച്ച് പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പ്ലേയേഴ്സ് ആയിരുന്നു. ഞങ്ങൾ പതുക്കെ 7 പേരുള്ള കുറച്ച് പേര് റൈഡ് ചെയ്യും, ഒന്നിലൊരു ഹാൻഡ് ടച്ച് അല്ലെങ്കിൽ ടോ ടച്ച്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തോണ്ട്. CA ജേക്കബ് കളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ബോഡിയുടെ പവർ വെച്ചാണ് കളിക്കുന്നത്. പക്ഷെ അത് 7 പേര് നിൽക്കുന്ന കോർട്ടിൽ സക്സസ് ആകത്തില്ല. 2-3 പേര് നിൽക്കുന്ന കോർട്ടിൽ സക്സസ് ആകും. ഫുൾ എടുത്തോണ്ടെങ്കിൽ പോരും. ഫുൾ എടുത്തോണ്ട്. പക്ഷെ 7 പേര് നിൽക്കുന്ന കോർട്ടിൽ നമുക്കൊരു പോയിന്റിന് ആവശ്യം വന്നാൽ ടെക്നിക്കൽ റൈഡർ വേണം. അവിടെയാണ് വ്യത്യാസം. അന്ന് ആരായിരുന്നു ഫ്രണ്ട്സിന്റെ ടെക്നിക്കൽ റൈഡർ? അന്ന് ഞാനും ഷാജിയായിരുന്നു. PB ഷാജി, ദേവരാജ്, ഞങ്ങൾ 2 പേരായിരുന്നു. ശരി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ 2ാം തലമുറ ടീം എത്തുന്നു. അതിനകത്ത് ഒട്ടനേകം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജി പി ആന്റണി ആയിരുന്നു. അതെ, നല്ല പ്ലെയർ, സുന്ദരനുമായിരുന്നു. ഞാൻ ഷാജി പി ആന്റണിയുടെ വലിയൊരു ഫാനാണ്. അതോടൊപ്പം തന്നെ ഷാജി പി ആന്റണി ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലും എം ജേക്കബ് കളിക്കുന്നുണ്ട്. എം ജേക്കബ് കോച്ചും പ്ലെയറും കൂടെ ആയിരുന്നു. ആ സമയത്ത് പ്രേംകുമാറിന്റെ കളി എങ്ങനെയായിരുന്നു? പ്രേംകുമാർ നല്ല റൈഡർ ആയിരുന്നു. ജയകുമാർ എന്തുവായിരുന്നു അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി? എന്തായിരുന്നു? ജയകുമാർ പൊസിഷനിൽ ഡിഫൻഡർ ആയിരുന്നു, റൈഡർ ആയിരുന്നു. പിന്നെ ആരായിരുന്നു ആ സമയത്ത്? പ്രഹ്ലാദൻ കവറായിരുന്നു, ചാർജ് ചെയ്യും, ക്യാച്ച് ചെയ്യും, ഉജ്ജ്വലമായിട്ടുള്ള കവർ, നല്ല കവറ. ജോഷിയും നല്ല പ്ലെയർ ആയിരുന്നു. ഇവരുടെയൊക്കെ കളി ചേട്ടൻ കണ്ടുവലിയിരുന്നു. നല്ല പ്ലെയേഴ്സ്. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരൊക്കെ ഞങ്ങളെ കൂട്ടുകാർ നല്ല കളിക്കാരായി അവസാനമായപ്പോ. ശരി. ഇപ്പം ഷാജി പി ആന്റണി അത് കഴിഞ്ഞിട്ട് HL പോയി, ഹിന്ദുസ്ഥാൻ എറോനാട്ടിക് ലിമിറ്റഡ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചു. പിന്നെ നമ്മുടെ HMTയിലെ ഒരു പ്ലെയർ ഉണ്ട്, പരമേശ്വരൻ. ഫ്രണ്ട്സിന്റെ പ്ലെയർ ആയിരുന്നു. അതിന്റെ സഹോദരങ്ങളും ഉണ്ണികൃഷ്ണൻ കബഡി പ്ലെയർ ആയിരുന്നു. അതെ. പിന്നെ അന്ന് ഫ്രണ്ട്സിനോടൊപ്പം ആലപ്പുഴയിൽ കോമ്പീറ്റ് ചെയ്യാൻ ടീമുകൾ കുറവായിരുന്നെങ്കിലും അന്നുണ്ടായിരുന്ന ടീമുകളെയൊക്കെ ചേട്ടൻ ഓർക്കുന്നുണ്ട്? 7 ഹീറോസ് ചേർത്തല, റെഡ് സ്റ്റാർ പുന്നപ്ര, SWs ആലപ്പുഴ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ മഞ്ജില തുമ്പോളി, മഞ്ഞിലാസ് എന്ന് പറയും, മഞ്ഞിലാസ് എന്നാണ്. പിന്നെ രശ്മി പൂങ്കാവ്. പിന്നെ നമ്മുടെ കളർകോടോട്ട് വരുമ്പം
കാസർഗോഡ് വരുമ്പോഴത്തേക്ക് കാസർഗോഡ് കൈതോനെ. നമ്മുടെ പിന്നെ ഏഹ്, പ്രദീപ് ഒക്കെ കളിച്ചു 12-ൽ പ്രദീപ്. പന്ത്രണ്ട് പക്കി ആ. പക്കിട്ടി പക്കി കബഡി അന്ന് ആരൊക്കെയായിരുന്നു പക്കിയുടെ പ്ലേയേഴ്സ്? പക്കിയിൽ കളിച്ചു 12 പ്രദീപ്. ആ. പിന്നെ അനി ഉണ്ടല്ലോ, രാമപുരത്തെ അനിയും മനസ്സിലായി. അവര് ചേട്ടനും അനിയും പ്രദീപും. പ്രദീപ്. ആ. പിന്നെ ഒരു തമ്പി എന്ന് പറഞ്ഞിട്ട് ജമ്പി എന്ന പ്ലെയർ ഉണ്ടായിരുന്നു. തലയിരിപ്പിൽ തമ്പി. ആ, ചെറിയ ജമ്പിയും അയാള് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില്ല. അങ്ങനെ 1-2 പ്ലേയേഴ്സിനെ ഓർമ്മ, 3-4 പ്ലേയേഴ്സിനെ അറിയാം. ഓർമ്മയുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അന്ന് നിങ്ങൾ കൂടുതലും ടൂർണമെന്റുകൾ കളിക്കുന്നത് പക്കിലല്ലായിരുന്നു? പക്കിലായിരുന്നു അല്ലേ? അതെ. വർഷാവർഷം വർഷം ടൂർണമെന്റുകൾ കളിക്കുമായിരുന്നു. അവിടുത്തെ സ്ഥിരം ജേതാക്കൾ നിങ്ങളായിരുന്നു. അതെ. സെവൻ ഹീറോസുമായിട്ടായിരുന്നു ഫൈനൽ. ഈ സെവൻ ഹീറോസുമായിട്ടുള്ള ഒരു കളിയുടെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? നല്ലൊരു 7 ഹീറോസുമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ 7 ഹീറോസിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ കബഡിയുടെ ഹിസ്റ്ററിയിൽ. ഓക്കെ. ബാക്കി എല്ലാ തവണയും നമ്മൾ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. 7 ഹീറോസിന്റെ നല്ല പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു? 7 ഹീറോസിന്റെ നല്ല പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്തൻ സി പി. പുള്ളി കേരള പോലീസിൽ ഗൺമാൻ ആയിരുന്നു. ശരി. നമ്മുടെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഗൺമാൻ ആയിരുന്നു. ശരി. പിന്നെ മധുസൂദനൻ പിള്ള പ്ലെയർ. പിന്നെ ഒന്ന് കമലഹാസന്റെ ഗരി. ശരി. പിന്നെ ഒന്ന് ഹെൻറി എന്ന് പറയും, ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറാ. ശരി. ഇവരെ 4 പേരാണ് അവരുടെ ടോപ്പ് പ്ലേയേഴ്സ്. അപ്പൊ ഈ അന്ന് ഏത് കാരണത്താലാണ് അന്ന് ഈ ഫ്രണ്ട്സിനെ അവര് പരാജയപ്പെടുത്തുന്നത്? ഒരു പ്രാവശ്യം നമ്മൾ പരാജയപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിന് 1-2 പ്ലേയേഴ്സ് ഇഞ്ചുറി ആയിപ്പോയി. ശരി. ആ ഇഞ്ചുറി ആയപ്പോഴത്തേക്ക് കളിക്കാൻ പറ്റാൻ നീ ഇഞ്ചുറി പറ്റിയപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ ശരിക്കും ആക്റ്റീവായിട്ട് കളിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നപ്പം അവർ ജയിച്ചതേ ഉള്ളൂ. അവർ വലിയ ലീഡൊന്നുമില്ല, 2-3 പോയിന്റ് ജയിച്ചത്രേ ഉള്ളൂ. ഈ ദേശീയ മത്സരങ്ങളിൽ 90-91 നിങ്ങൾ 3 തവണ അടുപ്പിച്ച് 89, 90, 91 3 തവണ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ നാഷണൽ വിന്നേഴ്സ്, കേരളം ദേശീയ ചാമ്പ്യന്മാരാ. ദേശീയ ചാമ്പ്യന്മാരാ. അന്നത്തെ പെർഫോമൻസ്, ചേട്ടന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും നല്ല കളിക്കാരനുള്ള പിന്നെ അവാർഡൊക്കെ കിട്ടിയ അന്നത്തെ സിറ്റുവേഷനിൽ. അതെ. അപ്പം അന്ന് കേരളത്തിൽ നിന്നും കേരളത്തിന് വേണ്ടി കളിക്കുന്ന ടീമുകളിൽ ആലപ്പുഴക്കാരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ 4 പേര് കാണും. 12 പ്ലേയേഴ്സ് 4 പേര് ആലപ്പുഴക്കാർ ആയിരിക്കും. പിന്നെ കാസർഗോഡ്, ട്രിവാൻഡ്രം, കൊല്ലം, അങ്ങനെ വരും. അപ്പൊ അതിനകത്ത് നിങ്ങള് പിന്നെ പലരും ആക്ഷേപം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് GP നായർ ടീം ആയതുകൊണ്ടാണ് അവര് 4 പേര് 5 പേര് വരുന്നത്. ഇല്ല, നമുക്ക് ഗെയിം ഉണ്ട്. നമുക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ വിൻ ചെയ്യത്തില്ല. അതെ. നമ്മൾ ഓൾ ഇന്ത്യ വിൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ നമ്മൾ നല്ല പ്ലേയേഴ്സ് പോകുന്നുണ്ട്, നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. സത്യം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിൻ ചെയ്യാൻ പറ്റും. ആക്ഷേപം പറയുന്നവർക്ക് അങ്ങനെ പറയാം. അഭിപ്രായങ്ങൾ പലതും വരും. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്നു. ചെല്ല് പറയും നല്ലതാണ്, ചെല്ല് പറയും മോശമാണ്. അല്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ഗെയിം നമ്മൾ ഡെഡിക്കേറ്റഡ് ആകുക. നമ്മൾ സ്വയം നന്നാവുക. അപ്പൊ എല്ലാം നന്നാവും. അതെ. സത്യം. അതാണ്. അങ്ങനെ നിങ്ങള് ചേട്ടന് ആ 3 തവണ കേരളം ചാമ്പ്യന്മാരായി. ആ 3 തവണ നമ്മള് കേരളം 1-ാം സ്ഥാനം വന്നിട്ടുണ്ട്. 1-ൽ കൂടുതൽ പ്രാവശ്യം കേരളം 2-ാം സ്ഥാനം വന്നിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നത് ഒരു അങ്ങനെ എന്താണ് അതിന് 2-ാം സ്ഥാനം വരുന്ന പറഞ്ഞാൽ നമ്മള് ഒരുപാട് ടൂർണമെന്റ് നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മള് വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ കൊൽക്കത്ത, ജയ്പൂര്, പിന്നെ ബറോഡ, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ക്ലൈമറ്റ് പിടിക്കില്ല. നമ്മള് മലയാളീസ് അല്ലേ, നമുക്ക് ഒരുപാട് തണുപ്പ് പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ കാലാവസ്ഥകൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഗെയിം ഡൗൺ ആവും. അങ്ങനെയായിരിക്കും നമ്മൾ പരാജയപ്പെടുന്നത്. ശരി. ഒരു കബഡി പ്ലെയർ എന്നുള്ള നിലയിൽ ചേട്ടൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ചേട്ടന്റെ ജീവിതം എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ സന്തോഷമാണ്. അതെ. ഹാപ്പി. അതെ. കാര്യം ഞാൻ ആ ഗെയിമിൽ കൂടെ വന്നത് കൊണ്ട് എനിക്കൊരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടി. ഞാൻ സന്തോഷമല്ലേ. ഇന്നൊരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടണമെങ്കിൽ തപസ്സിരിക്കണം. അപ്പൊ എനിക്ക് ഇപ്പോഴും മാന്യമായ രീതിയിൽ പെൻഷൻ ഉണ്ട്. തിരിഞ്ഞു പോയപ്പോ നല്ല പൈസ കിട്ടി, എല്ലാം കിട്ടി. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു, ഞാനും എന്റെ ഭാര്യയും മക്കളുമായിട്ട്. അന്ന് കേരള കബഡി അസോസിയേഷൻ ആസ്ഥാനമായ ആലപ്പുഴക്കാര് തന്നെ ആയിരുന്നല്ലോ കേരള കബഡി അസോസിയേഷൻ. എന്റെ അറിവിൽ 7-8 തവണ ആലപ്പുഴ സംസ്ഥാന ചാമ്പ്യന്മാരെ കബഡിയിൽ. 8 പ്രാവശ്യം എന്റെ ഓർമ്മയില് സംസ്ഥാന കബഡി മത്സരത്തിൽ ആലപ്പുഴ സീനിയർ ടീം 8 തവണ സംസ്ഥാന ചാമ്പ്യന്മാര്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക, ആ ഉയർച്ച നേരെ താഴത്തോട്ട് നമ്മുടെ തലമുറ കീപ്പ് ചെയ്യണം. അത് പിന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടാണോ അതോ പ്ലേയേഴ്സിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ചില ഫീൽഡിലേക്ക്, എല്ലാരും കബഡിയിലേക്ക് വരണം എന്നില്ല. ചില പവർ ലിഫ്റ്റിംഗിൽ പോവും, ചില ഫുട്ബോളിലേക്ക് പോവും, ചിലർ അത്ലറ്റിക്സിലേക്ക് പോവും.
ചിലര് വോളിബോളിലോട്ട് പോകും. ഉം. അങ്ങനെ പല വിവിധ മേഖലകളിലേക്ക് പോകും. ഉം. അന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ കബഡി മിക്ക പ്ലേയേഴ്സിനും ഒരു ഹരമായിരുന്നു. ഉം. അപ്പൊ പ്ലേയേഴ്സ് കൂടുതൽ കബഡിയിലുണ്ടായിരുന്നു. കബഡിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അങ്ങ് ഫേമസ് ആയത്. അന്ന് നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ആ. എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ ആലപ്പുഴയിൽ കായിക രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ? നമുക്കിപ്പോ ഏറ്റവും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് ഇപ്പോഴും ഒരു സ്റ്റേഡിയം ഇല്ല. അതാണ് പരാജയം. സ്റ്റേഡിയം കോംപ്ലക്സ് മാത്രമായി പോയി. കോംപ്ലക്സ് മാത്രമേ, നമുക്കൊരു നല്ല സ്റ്റേഡിയം വരണം. അതാണ്. ഗ്രൗണ്ട് ഇല്ല. ഗ്രൗണ്ട് ഇല്ല. ഒരു ഗ്രൗണ്ടും ഇല്ല. ഒരു നല്ല ഗ്രൗണ്ട് എന്ന് പറയാൻ ഇല്ല. മോശം. അതാണ് പ്രശ്നം. ഇപ്പൊ പ്രീതികുളങ്ങരയിലൊക്കെ ചെറിയ അത് കലൂരല്ലേ, കലൂര്. നമുക്ക് ടൗണിൽ കിട്ടണം. ടൗണിലില്ല. ഇല്ല. ഓ ശരി. നമുക്കിപ്പോ നമ്മുടെ ഭട്ടതിരിപുരയുടെ എന്ന് പറയുന്നത് നല്ല ഗ്രൗണ്ട് അല്ല. അതെ. കാര്യം LDF UDF മാറി മാറി വന്ന ആ ഗ്രൗണ്ട് ആകപ്പാട് ഇല്ലാതാക്കി. ഇതിപ്പോ ഒരു കുട്ടിയും കോലും കളിക്കാൻ പോലും പറ്റില്ല. ഒന്നും തന്നെ സൗകര്യം. അവിടെ ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും. അതെ. നമുക്കൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല, കബഡി കളിക്കാൻ പറ്റത്തില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, വോളിബോൾ കളിക്കാൻ പറ്റത്തില്ല, കുട്ടികൾക്ക് കളിക്കാൻ പറ്റത്തില്ല. ഇങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോലും പറ്റത്തില്ല. ആ സിറ്റുവേഷൻ ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? അതെ. അതിനൊരു മാറ്റം വരണം ഉം. നമ്മുടെ ആലപ്പുഴയ്ക്ക്. അങ്ങനെ ഒരു കാര്യം ആലപ്പുഴയ്ക്ക് ശേഷം വന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അവർക്ക് പോലും മുനിസിപ്പൽ സ്റ്റേഡിയം, നല്ല സ്റ്റേഡിയം ഉണ്ട്. എന്തുകൊണ്ട് ആലപ്പുഴയ്ക്ക് വന്നുകൂടാ? ആലപ്പുഴയ്ക്ക് എന്താണ് കുറവ്? ആലപ്പുഴയുടെ ഭരണകർത്താക്കൾ അത് ശ്രദ്ധിക്കണം. ആലപ്പുഴയ്ക്ക് നല്ലൊരു സ്റ്റേഡിയം വരണം. ഇത് നമ്മുടെ ആലപ്പുഴക്കാരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചേട്ടൻ P&L ജോയിൻ ചെയ്യുന്നത് ഏത് വർഷത്തിലാണ്? ഞാൻ P&L ജോലിക്ക് കയറുന്ന 1983 ഡിസംബറിൽ. 1983. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് P&L കയറുന്നത്. എങ്ങനെയാണ് ആ സെലക്ഷൻ പ്രോസസ്? എങ്ങനെയായിരുന്നു? സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്തപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നു. ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി 3 തവണ ഞാൻ പങ്കെടുത്തു. ഒരു തവണ ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അതുകൂടാതെ സീനിയർ നാഷണല് 5 പ്രാവശ്യം സീനിയർ നാഷണലിൽ പങ്കെടുത്തു. അതിന്റെ സൗത്ത് സോൺ 3 എണ്ണം പങ്കെടുത്തു. ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സെലക്ട് P&L കയറുന്നത്. ഞാൻ 2 പ്രാവശ്യം എനിക്ക് ഇന്ത്യൻ പോസ്റ്റൽ കബഡി ടീമിൽ സെലക്ഷൻ കിട്ടിയിരുന്നു. പോയില്ല. ഓപ്പൺ നാഷണൽ പെർഫോം ചെയ്തു. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടന് ജോലിയിൽ കിട്ടുമായിരുന്നു. എത്ര വർഷത്തെ സർവീസ്? എനിക്ക് ഇപ്പം 37 വർഷത്തെ സർവീസ് ഉണ്ട്. ശരി. 36.5. അന്ന് ഓരോരുത്തർക്കും ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പം ഫ്രണ്ട്സിലായിരുന്നെങ്കിൽ ജോഷി പ്രഹ്ലാദൻ, ഷാജി പി ആന്റണി, ഇവര് എനിക്ക് തോന്നുന്നു ജോഷി ചേട്ടനും പ്രഹ്ലാദൻ ചേട്ടനുമായിരുന്നു ഒരു കോമ്പിനേഷൻ. അപ്പം ദേവരായൻ ചേട്ടന്റെ ഒരു കോമ്പിനേഷൻ. ഞാൻ എം ജേക്കബ് ആയിരുന്നു. എം ജേക്കബ്. ഞാനൊരു കോർണർ, റൈറ്റ് കോർണർ ഞാന്, ലെഫ്റ്റ് കോർണർ എം ജേക്കബ്. ഞങ്ങൾ തമ്മിലായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. നല്ല അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ കോർട്ടിൽ നിന്ന് ഒരു ബോണസ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും നല്ല കോർണറായിരുന്നു. എം ജേക്കബ് ലെഫ്റ്റ് കോർണർ, റൈറ്റ് കോർണർ ഞാൻ, ദേവരാജ്. ശരി. ഈ ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ മൊത്തം അജയന്മാരായിട്ട്. കാസർഗോഡിന്റെ പെർഫോമൻസ് അന്ന് എങ്ങനെയായിരുന്നു? കാസർഗോഡും നമ്മളുമായിട്ട് മിക്കവാറും ഫൈനലിൽ വരുമായിരുന്നു ആലപ്പുഴയായിട്ട്. എന്നാലും കാസർഗോഡ് ഒരു പ്രാവശ്യം കാസർഗോഡ് നമ്മളെ തോപ്പിച്ചു. 7 പ്രാവശ്യം നമ്മൾ അവരെ തിരിച്ചടിച്ചിട്ടുണ്ട്. ആരായിരുന്നു കാസർഗോഡിന്റെ? കാസർഗോഡിന്റെ നല്ല പ്ലെയർ മുകുന്ദരാജ് എന്ന് പറയും. ബാങ്ക് എംപ്ലോയി. കാസർഗോഡ് ടൗൺ ബാങ്ക് എംപ്ലോയി മുകുന്ദരാജ് എന്ന് പറഞ്ഞാൽ ഹാഫ് കർണാടക പ്ലെയറും കൂടെ. സുധീർ കുമാർ എങ്ങനെ? സുധീർ കുമാർ നല്ല പ്ലെയർ, റൈഡറും ആണ്, ഡിഫൻഡറും ആയിരുന്നു. അഗ്രസീവ് പ്ലെയർ ആയിരുന്നു. ശരി. ഈ പിന്നെ തിരിച്ച് നമുക്ക് അന്ന് തന്നെ ആലപ്പുഴ കണക്ക് തന്നെ ഉജ്ജ്വലമായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള കുറച്ച് താരങ്ങൾ ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം. അതെ അല്ലെ? കൊല്ലത്താണ് MS ദിലീപ് കുമാർ, സുരേഷ് ബാബു, സുനിൽ കുമാർ, സുനിൽ ദത്ത്, അങ്ങനെ കുറച്ച് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. സജീവ്. അങ്ങനെ അന്ന് കൊല്ലത്ത് നല്ല ടീമുകൾ ഏതൊക്കെയായിരുന്നു? കൊല്ലത്ത് കൊല്ലം ഡാലിയായും കൊല്ലം ഡയാനായി 2 ക്ലബ്ബുകളാണ്. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഉണ്ട്. ഡയാന, ഡാലിയ. പിന്നീട് നമ്മുടെ ഈ കോച്ചൊക്കെ ആയിട്ടിരുന്ന ഒരാളുണ്ടല്ലോ, ഉദയകുമാർ. ഉദയകുമാർ ഡാലിയയുടെ പ്ലെയർ ആയിരുന്നു. ഡാലിയ പ്ലെയർ ആയി കഴിഞ്ഞല്ലേ പുള്ളി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ പോകുന്നത്. അവിടുന്നാണ് ഹിന്ദിയും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പുള്ളി കബഡി പ്ലെയർ ആയത് കാരണം ഇന്ത്യൻ കോച്ചിന്റെ കുപ്പായം അണിയാൻ തുടങ്ങിയത് അവിടെ വെച്ചാ. പിന്നെ കോച്ചിന്റെ ടെസ്റ്റ് പാസ്സായി. അങ്ങനെയാണ് പുള്ളി കബഡി കോച്ചാകുന്നത്. അദ്ദേഹത്തിന്റെ കളിയൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പ്ലെയർ, ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. നല്ല കളിക്കാരൻ. ശരി. തുടർന്ന് നമ്മൾ ആലപ്പുഴയിലേക്ക് വരുമ്പം ഫ്രണ്ട്സ് ആലപ്പുഴയിൽ നിങ്ങൾ ഫ്രണ്ട്സ് കളർ കോഡും, കേരളത്തിൽ പോകുമ്പോ നിങ്ങള് ഫ്രണ്ട്സ് ആലപ്പുഴയും, കേരളത്തിന് പുറത്ത് നിങ്ങൾ ഫ്രണ്ട്സ് കേരളയുമായിരുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ, നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങളുമായിട്ട് കാഴ്ചവെച്ച ക്ലബ് ടീം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു? ആലപ്പുഴയിൽ എന്തെങ്കിലും ഒരു ശല്യം ഉണ്ടാക്കിയ നിങ്ങൾക്ക് നിഷ്പ്രയാസം ജയിക്കാൻ പറ്റാതെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു ടൈറ്റ് വന്ന ഒരു
ക്ലബ് ടീം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു? ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ 7 ഹീറോസ് മാത്രമേ ഉള്ളൂ, സെന്റ് മാത്രമേ വേറെ ആരും ഇല്ല. നിങ്ങളെ കണക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവർ നല്ല ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ അന്നും കോച്ച് എന്ന് പറഞ്ഞാൽ റോയി എന്ന് പറയും. ഓക്കെ. റോയി നല്ല ഡെഡിക്കേറ്റഡ് ആയ ഒരു കോച്ചായിരുന്നു. അതെ. അദ്ദേഹം നമുക്ക് ഫ്രണ്ട്സിന്റെ കോച്ച് ജിമ്മിച്ചനാണെങ്കിൽ ഉം. 7 ഹീറോസിന്റെ കോച്ച് റോയി ആയിരുന്നു. ഓക്കെ. ഇവര് രണ്ടുപേരും ഡെഡിക്കേറ്റഡ് ആണ്. അതെ. അപ്പൊ അതിന്റെ ഇമ്പ്രൂവ്മെന്റ് 7 ഹീറോസിന് ഉണ്ടായി, ഉണ്ടായി. ചേർത്തലയ്ക്ക് ഉണ്ടായി. അതാണ് ഈ സംഭവം. 7 ഹീറോസിന്റെ രണ്ടാം തലമുറയിലും മധുസൂദനൻ നായർ കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തല്ലേ ജോർജ്, ജയപാല്. ജോർജ് എങ്ങനെ? ജോർജ് നല്ല പ്ലെയർ, നല്ല റൈഡർ ആയിരുന്നു. നല്ല റൈഡർ. ഓ ശരി ശരി. ജയപാല് ഡിഫൻഡർ ആണ്. ഒരു കോർണർ ക്യാച്ച് ചെയ്യുന്ന ആളാണ്. ഇവരൊക്കെ എല്ലാവർക്കും ജോലി കിട്ടി. എല്ലാവർക്കും ജോലി. ജയപാലിന് കിട്ടി, ജോർജിന് കിട്ടി, പ്രഹ്ലാദിന് കിട്ടി. നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പോസ്റ്റൽ ടീമിലേക്ക് ചേട്ടൻ എത്തുന്നു. അന്ന് പോസ്റ്റൽ ടീമിൽ ആരൊക്കെയാണ് ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിരുന്നത്? ആലപ്പുഴയിൽ നിന്ന് ഞാൻ പോസ്റ്റൽ ടീമിൽ CJ ജേക്കബ്, പിന്നെ CJ ജോസഫ്, ജിമ്മിച്ചനുണ്ടെന്ന്, PB ഷാജി, പിന്നൊന്ന് ഞാൻ ദേവരാജ്. ആലപ്പുഴയിൽ നിന്ന് ഇത്രയും പേരെ എനിക്ക് ഓർമ്മ വരുന്നു. കൊല്ലത്തുനിന്ന് ആരെങ്കിലും ഉണ്ട്? കൊല്ലത്തുനിന്ന് പിന്നെ ഞാൻ കയറുമ്പോഴാണ്. അതെ. ഞാൻ കയറുമ്പോ കൊല്ലത്തുള്ള പിന്നെ തിരുവനന്തപുരംകാര ഒരു രവീന്ദ്രൻ, മുഹമ്മദ് ഷാഫി, പിന്നെ മാധവൻ നായർ, ജെറോം പെരേര, മോഹനകുമാരൻ നായർ, സുകുമാരൻ, ഇവരൊക്കെ ആയിരുന്നു. ഈ ചേട്ടന് നേരത്തെ പറഞ്ഞു കൂട്ടത് ഞാൻ ഒരു വക്കീല് ആളായത് കൊണ്ട് തന്നെ ഈ 12 പ്രദീപിന്റെയും ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണ്? 12 പ്രദീപ് നല്ല സൂപ്പർ പ്ലെയർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 പ്രദീപിന് പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടേണ്ട ഒരു നല്ല പ്ലെയർ ആയിരുന്നു. നിർഭാഗ്യം കൊണ്ട് കിട്ടാ പോയത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഗവൺമെന്റ് എംപ്ലോയി തന്നെ ആയി അല്ലേ? അതെനിക്ക് അറിയത്തില്ല. മറ്റേ ഗുജറാത്തിലെ കണ്ടു പോയെന്ന് പറയുന്നത് ശരിയാണ്. പുള്ളി റിട്ടയർഡ് ആയി, ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. ഈ മറ്റേ വേറൊരു പ്രദീപ് ഉണ്ടായിരുന്നല്ലോ, രാമപുരത്തെ പ്രദീപും നല്ല പ്ലെയർ ആയിരുന്നു, നല്ല റൈഡർ ആയിരുന്നു. രാമപുരത്തെ പ്രദീപും അനിയും നല്ല പ്ലെയർ ആയിരുന്നു. പിന്നെ നേരത്തെ ഒരു ജംബി എന്ന ഒരാളെ കുറിച്ച് തമ്പി ജമ്പി വരും. എനിക്ക് തമ്പിയുടെ ജമ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് തമ്പി എന്ന് പറഞ്ഞാൽ ചെറിയ ചെയിനൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഷോൾഡറെ കുത്തി ടക്കെന്ന് പറഞ്ഞു പോകും. ആ സമയത്ത് ജമ്പൊക്കെ വളരെ റെയർ ആയിട്ടല്ലേ? നല്ല സ്റ്റൈലാ, നല്ല സ്റ്റൈൽ ജമ്പർ ആയിരുന്നു. ഓ ശരി ശരി ശരി. അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് ഉണ്ടായിരുന്ന ആലപ്പുഴയില് ഇന്ന് വന്നിട്ട് ക്ലബുകള് വളരെ കുറഞ്ഞു പോയി. എന്താണ് ചേട്ടന് അതിനെ കുറിച്ച് ഒരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാറുണ്ട്? എന്ത് ചെയ്യണം? അന്നത്തെ കാര്യം ഇപ്പോഴേ ഇപ്പൊ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കള് സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എല്ലാരും പറയുന്നത് കുട്ടികൾ പഠിച്ചാൽ മതി. കാര്യം പറഞ്ഞ 100 പേര് സ്പോർട്സിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഒരാൾക്ക് ജോലി കൊടുക്കുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സാധാരണ ഒരിക്കൽ എന്റെ ഡ്രിൽ മാസ്റ്റർ എന്നോട് പറഞ്ഞത് 100 പേര് 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതിൽ 3 പേരിലെ ജയിക്കത്തുള്ളൂ. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. ബാക്കി 97 പേരും ഫെയിലായി പോവുക. പക്ഷെ 100 കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതി ഒരു 50% മേടിച്ചു കഴിഞ്ഞാലോ 100 പേരും പാസ്സാകും. അപ്പം അവര് വിചാരിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് രക്ഷിതാക്കൾ വിചാരിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പഠിത്തത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്പോർട്സിലേക്കുള്ള പ്രാധാന്യം കുറയ്ക്കുന്നത്. അത് കുട്ടികളിലും കാണാം. അതാണ് അതിന്റെ സംഭവം എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. പഠിക്കുന്നവരൊക്കെ അവസാനം ഒരു ചോദിക്കുന്നത് ഇപ്പം ആലപ്പുഴയില് ഒരു നിങ്ങളുടെ ആ സമയത്തേക്കുള്ള ഇനിയിപ്പം ചേട്ടൻ പറഞ്ഞ കണക്ക് മുന്നോട്ട് ഈ തരത്തിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളെ കണ്ട് പിന്നോട്ട് നടന്നാലേ കബഡി ആലപ്പുഴയിൽ നല്ല കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ആക്റ്റീവായിട്ട് കബഡി ഉള്ളത് കാസർഗോഡ് മാത്രമാണ്. കാസർഗോഡ് ആഴ്ചയിൽ 2 ദിവസം, എല്ലാ ആഴ്ചയിലും 2 ദിവസം അവിടെ കളിയുണ്ട്. കൃത്യമായിട്ട് 2 ദിവസം കളിയുണ്ട്. ഓഫ് സീസൺ അല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും അവിടെ. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കർണാടക ബോർഡർ അല്ലേ? അതെ. അപ്പൊ അവർക്ക് കർണാടക സ്റ്റേറ്റ് വേണമെങ്കിൽ പോയി കളിക്കാം. അല്ല, അവിടുത്തെ ക്ലബ്ബ് ഇപ്പം എന്റെ അറിവിൽ 100-200 ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബുകളെല്ലാം കൃത്യമായി ടൂർണമെന്റുകൾ നടത്തുകയും അവിടെ അസോസിയേഷൻ എന്നുള്ളൊരു കടമ്പ അവർക്കില്ല. അവിടെ അസോസിയേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് അവരുടെ ക്ലബ് ടൂർണമെന്റ് നടത്തിയിരിക്കും. എല്ലാ ക്ലബ്ബുകളും വന്ന് അവിടെ കളിച്ചിരിക്കും. അപ്പം നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ കൂടെ ചേട്ടന് കിട്ടിയ പഴയ പാഠങ്ങൾ പറഞ്ഞു നൽകുവാനായിട്ട് ചേട്ടൻ പ്ലേയേഴ്സിനോടൊപ്പം ക്ഷണിച്ചാൽ താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള കായികമായിട്ടുള്ള പാഠങ്ങൾ പകർന്നു നൽകാനും വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും വരും.